എന്തൊരു ചൂടാണ് ഇതിനുള്ള കാണും കൂടി വയ്യ. അത് കൊറേ നേരമായല്ലോ ഇങ്ങനെ ഫോം വിളിക്കണം. എന്തമ്മക്ക് ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഫോം വിളിച്ചൂടെ? എപ്പോഴും ഇപ്പൊ ഇങ്ങനെ പുറത്തേക്ക് പോകണം. എന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ലല്ലോ. വരട്ടെ, വന്നിട്ട് ചോദിക്കാം. കുറച്ചനെ ദിവസം ചെല്ലുന്നിടത്തോളം ക്ഷീണം കൂടി കൂടി വരികയാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഛർദിക്കാനും വരുന്നുണ്ട്, വയറിൻ്റെ ഉള്ളിലും വേദന ആവുന്നുണ്ട്. പെണ്ണ് ഇനി എന്തൊക്കെയാണാവോ വിചാരിക്ക. ഡോക്ടറാണെങ്കിൽ അന്ന് പറയും ചെയ്തതാണ്. ഈ നേരം വരെയായിട്ടൊന്നും പോന്നില്ലേ? എന്താ നിങ്ങൾ അവിടെ ഇരിക്കണ്? ഒന്നുമില്ലടി, ഞാനേ കജ്ജും കാലൊക്കെ കൊയ്യ, പിന്നെ ഛർദിക്കാനൊക്കെ ഇങ്ങനെ വരുന്നെ. എന്താണാവോ, ഗ്യാസ് കയറിയിട്ടാ തോന്നുന്നുണ്ട്. എന്നാ അങ്ങോട്ട് വരി, ഞാൻ കഞ്ഞിവെള്ളം എന്തേലും ഇട്ടിട്ട് തരാം, അത് കുടിച്ചാ ഭേദാവും. ആ, ഞാനോട് വരാം. എന്തമ്മ ഇത് കുടിച്ചോള്. ആ, ഡോക്ടറെ അടുത്തേക്ക് പോണാ? വാണ്ടേ, ഡോക്ടറെ അടുത്തേക്കൊന്നും പോവണ്ട. ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുള്ള ഗുളികൊക്കെ ഡോക്ടർ ചെയ്തു. അത് കുടിക്കണേക്കായി നല്ല ഇവിടെ ഒരു മൂലക്ക് ഇരിക്കുക. അപ്പൊ കഞ്ഞിരാളൊക്കെ ഇപ്പിട്ട് കുടിക്കണില്ലേ, അതൊക്കെ മതി. ആരമ്മ വിളിച്ചീന്നതോ? ആ, അത് റുക്കിയമ്മായി. എന്തിനാ വിളിച്ചിരുന്നത്? വെറുതെ വിളിച്ചതാണ്, എന്താ പാട് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടീട്ടേ. അതെന്നെ, പിന്നെന്താ ഒത്തിരുന്നിട്ട് ഫോൺ വിളിച്ചൂടായിരുന്നില്ല? എങ്ങനെ പുറത്തേക്ക് പോയത്? അവിടെ നല്ല വെയിലാണല്ലോ. ഒന്നുമില്ലടി, റൂമിൽ തീരെ റേഞ്ച് ഇല്ല. അപ്പൊ ഞാനവിടെ പുറത്തേക്ക് ഇറങ്ങിയ, പിന്നെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാൻ വെച്ചായിട്ടേ ഭയങ്കര ഒരു പൊറുതിമുട്ടൽ. ഈ ചൂട് കൂടിയിട്ടാ തോന്നുന്നുണ്ട്. അപ്പൊ ഒന്നിട്ട് കാറ്റത്ത് കണ്ട് ഇറങ്ങാച്ചിട്ടാണ്ട് ഇറങ്ങിയതാ. എന്തേ? എന്നാ ഞാൻ കുറച്ചേരം നമുക്ക് എടുക്കട്ടെട്ടാ. ആ, മെയ്യായിട്ട് നീക്കാറല്ല, അപ്പൊ വേറൊന്നും കൊണ്ടും ആവൂല. എന്താ അവിടെ ഇങ്ങനെ ഇരിക്കണ? എന്താ നിങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കണ്? ഒന്നല്ല, ഞാൻ വെറുതെ ഇങ്ങനെ വന്നിരുന്നത്. അതൊന്നും കെടുക്കാനൊന്നും വെച്ച. വേഗം കാക്കാനോട് പറഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവേ. ഇങ്ങനെ വെച്ചിങ്ങാണ്ടിരിക്കണ്ട. വേണ്ട, ആശുപത്രിക്കൊന്നും പോവൊന്നും വേണ്ട. ഇജെന്റെ പണിയോള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചേരം പോയി കൊടുക്കുക എന്തെങ്കിലും ചെയ്തോ. പണിയോള് കഴിഞ്ഞിട്ടില്ല, മഞ്ഞ അടിച്ചൊരു തുടക്കാനും കൂടി ഉണ്ട്. ആ, എന്നാ കഴിഞ്ഞിട്ട് പോയി കിടന്നോ. ആ, പെണ്ണിന് വല്ല സംശയം കൊണ്ടാണാവോ ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് ചോദിക്കണത്. ആണെങ്കിൽ പേടിയാവുന്നുണ്ട്. കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്റെ കുട്ടിക്ക് താങ്ങൂല.
റുക്കിയമ്മായിക്ക് വിളിച്ച് പറയട്ടെ, പെണ്ണിന് ചെറിയ സംശയമൊക്കെ ഉണ്ട്. എന്താ ഞാൻ കാട്ടേണ്ടത് എനിക്കെന്നെ അറിയില്ല. ഹലോ. ഇവിടെ പെണ്ണിന് എന്തൊക്കെയോ സംശയമൊക്കെ ഉണ്ട്. ഇക്കാണെങ്കിൽ പേടിയായിട്ട് വെച്ച. ഓലൊന്നും അറിയാൻ പറ്റൂലേ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടിക്കത് താങ്ങൂല. ഈ പ്രായമായിട്ട് ഉമ്മാക്ക് ഇതൊക്കെന്ന് പറഞ്ഞാല് ഏത് മക്കളാ വിശ്വസിക്ക? ഇനി എന്താ ഞാൻ കാട്ടണ്ടോ ഒന്ന് പറഞ്ഞാട്ടിക്കാണി. ഈ കാര്യങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഉമ്മ കിടക്കുന്ന റൂമും കൂടെ നടിച്ചാല. ഇപ്പഴാണെന്നുണ്ടെങ്കിൽ ഛർദിയൊക്കെയും തുടങ്ങിയിരിക്കണ്. ഛർദിയും വയറിന്റെ ഉള്ളില് വേദന ഒക്കെ ഉണ്ട്. ഓള് രാവിലെ എനിക്ക് കുറച്ച് തുള്ളി കഞ്ഞിര വെള്ളം എടുത്ത് തന്ന്. അത് ഞാൻ കുടിച്ചിട്ട് ഇപ്പൊ നടക്കണ. ഒരു മുതല് വയറ്റിക്ക് തട്ടാനും വെച്ച വേദന തന്നെയാണ്. ഇനി എന്താ കാട്ടണ്ട എനിക്ക് ഒരു പൊടുത്തും ഇല്ല. ആകെ പേടിയാവ. ഈ മുറിന്ന് പുറത്തിറങ്ങാൻ തന്നെ തോന്നണില്ല എനിക്ക്. നീച്ചണ്ട് നടക്കുമ്പോ തലയിറ്റാണേ. ഇനി 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ പോണോ? അപ്പൊ ഇമ്മ ഇതാണ് ഇത് എന്റെ അടുത്തുനിന്ന് മറച്ചേക്കണത്. എങ്ങനെ ഉമ്മാക്ക് ഇതിനൊക്കെ തോന്നണ്? ഒന്നെനിക്ക് ഇത്രയും പ്രായമില്ലേ? വെറുതല്ലേ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാണ്ട് നടക്കണ ഉമ്മ. നിങ്ങളവിടെ പുറത്താണ്ട് വരുണ്ടോ? ആയിക്കോട്ടെ. എന്നാലും ഞാൻ അധികം നേരം ഇരുന്ന് വർത്താനം ഉണ്ടെങ്കിൽ പെണ്ണിന് സംശയം കൂടുള്ളൂ. ആയിക്കോട്ടെ. കച്ചും കാലം പറിച്ചിട്ട് നിക്കാൻ വെച്ച. എത്ര നാള് അതിങ്ങനെ മൂടിയൊക്കെ ഓല് പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ വലുതായി വരുന്നല്ലേ. വലുതാവും തോറുക്ക് വെച്ചാതാവുന്നല്ലേ ചെയ്യ. ആലോചിച്ചിട്ടാണെങ്കിൽ ഒരു പൊറുത്തില്ല. അപ്പൊ ഡോക്ടറെ എടുക്കും പോക്കുണ്ടല്ലേ. ഇക്കാനോട് ഇത് വിളിച്ച് പറഞ്ഞിട്ട് തന്നെ നടക്കുള്ളൂ. എന്നെ കൊണ്ട് പറ്റൂല ഇങ്ങനത്തെ ആൾക്കാരൊന്നും നോക്കാനൊന്നും. ഇത്ര വൃത്തിയിട്ടൊരു സ്വഭാവമാണ് ഇതിന്. ഹലോ. എന്താ ഞാൻ ഈ നേരത്ത് വിളിച്ചാല്? നിങ്ങളമ്മാനെ നോക്കാനൊന്നും വെച്ചട്ടോ. നിങ്ങളമ്മാനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കി കളി. നാട്ടുകാരുടെ ഇടയിൽ ഒന്ന് ഇറങ്ങി നടക്കൊക്കെ വേണം. എന്താ സംഭവം എന്നോ? നിങ്ങളുമ്മാക്കേ വയറ്റിലുണ്ട്, അത്ര തന്നെ. ഇതിലും കൂടുതൽ എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളമ്മാനെ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ നല്ലത്. ആൾക്കാരുടെ ആകെ നാണം കിട്ടും ഞാന്. നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല. ഇനി ഇതിലും കൂടുതൽ ഞാൻ എങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തരാ? സ്വന്തം തള്ളന്റെ കാര്യമായി പോയില്ലേ. നിങ്ങളമ്മാക്കേ നിങ്ങളെ വാപ്പ മരിച്ചതിന് ശേഷം പള്ളേലുണ്ട്. അത് ആരെ കുട്ടിയാണെന്നും കൂടി ഒന്ന് അറിഞ്ഞു കിട്ടിയാ മതി. നാണില്ലാത്തൊരോരോ കാട്ടിക്കൂട്ടല്. ഒന്നല്ലെങ്കിൽ 10-50 വയസ്സായില്ലേ നിങ്ങളമ്മാക്ക്. നിങ്ങളമ്മാനോട് പറഞ്ഞാൽ ഇവിടുന്ന് എവിടക്കാച്ച പോവാനി. ഇന്നെ കൊണ്ട് പറ്റൂല ഇവിടെ നോക്കാന്. വല്ല വൃദ്ധസാധനത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കൊടുക്കാൻ പറയും. ഇനിയിപ്പോ സ്വന്തം ഉമ്മാന്റെ പ്രസവം മകൻ നോക്കേണ്ട അവസ്ഥ ആയിപ്പോ. ഞാൻ എന്തായാലും നോക്കൂല. നിങ്ങളമ്മ ഇവിടെ നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പെരേക്ക് പോവന്നെ ചെയ്യും. ഇക്കും കൂടി നാണക്കേടാണിത്. നിങ്ങളമ്മ ഇവിടെ നിക്കുകയാണെന്നുണ്ടെങ്കിലേ എന്റെ പെരക്കാര് കണ്ട എന്താ പറയാ? ഇപ്പൊ വയറൊന്നും വലുതായിട്ടില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വയറും വലുതാവും. ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ?
അപ്പൊ തന്നെ നിങ്ങളെ അമ്മാക്ക് നിങ്ങൾ വിളിക്കണം. ശരി, ഇതിനൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ആ ഈ വയസ്സാങ്കാലത്ത് തള്ളന്റെ ഓരോരോ കാട്ടിക്കൂട്ടല് ഇതൊക്കെ എപ്പോ ഒപ്പിച്ചാനാവും അതിന്റെ ഉള്ളിൽ കിടന്നുങ്ങാണ്ട്. ഇനി അയാള് ഇങ്ങണ്ടേറ്റ് വിളിച്ചിരുത്തിയാണാവും. ഏത് തന്തേനാവപ്പ അതിന്റെ അവകാശി. മകൻക്ക് കുട്ടിയായിട്ടില്ല, അപ്പളാ നീ ഉമ്മാക്ക് വേറൊരു കുട്ടിയും കൂടി. ആണല്ലാത്തൊരു സാധനം. ഹലോ, ഞാൻ ഇപ്പൊ കൊടുക്കാം. ശരി. എന്റെ അമ്മയ്ക്കാണ് വിളിക്കണത്. എന്തോ ഈ നേരത്തെ വിളിക്കണു? നിങ്ങൾക്ക് വരാൻ പറഞ്ഞു. ഹലോ, എന്ത്? അത് ചെറിയ വയറിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒരു വേദന, പിന്നെ ഇങ്ങനെ നീച്ചടക്കുമ്പോ ഒരു തരയിട്ടലേ, അത്രേ ഉള്ളൂ. അതിനിപ്പോ ഡോക്ടറെ അടുത്തേക്ക് പോവണ്ടെന്ന് ഞാൻ ഓളോട് പറഞ്ഞിക്കണ്. എന്തൊക്കെ ഇജ്ജി പറയണത്? മോനെ, ഞാൻ എവിടക്ക് പോവാനാ? അതിന് ഇമ്മ എന്ത് തെറ്റാ ചെയ്തത്? ഈ കാര്യം മറച്ചു വെച്ചതോ? ഞാൻ പറയുന്നത് ഇജ്ജൊന്ന് അവിടെ കേക്കേ. എന്നിട്ട് ഇങ്ങോട്ട് കാര്യം പറ. ഇജ്ജ് ഇമ്മാനെ പറ്റിട്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കണത്? ഇജ്ജ് എന്തൊക്കെ മോനെ ഈ പറയണത്? ഒന്നും മനസ്സിലാവണില്ല. ഹലോ, എടാ കട്ടാക്കി. എന്തൊക്കെയാ മോളെ ജോനോട് ഈ പറഞ്ഞു കൊടുത്തിക്കണത്? ഇജ്ജ് കാര്യം അറിയാതെയാണ് ഓരോന്നും ഓനക്ക് പറഞ്ഞു കൊടുത്തിക്കണത്. എന്താ ഞാൻ പറഞ്ഞത് ഉള്ളതല്ലേ? നിങ്ങൾ എന്തൊക്കെ ഇതിന്റെ ഉള്ളിൽ കാട്ടി കൂട്ടണത്? നാണല്ലാത്തവരോ കാട്ടിക്കൂട്ടല്. ഒന്നല്ലെങ്കിൽ 10-50 വയസ്സില്ലേ നിങ്ങക്ക്? പള്ളയുണ്ടാക്കാൻ നടക്കണ്. സ്വന്തം മകൻക്ക് കുട്ടിയില്ല, അപ്പോഴാ ഇനി മകൻ വേറൊന്നിന് താലോലിക്കുന്ന ഗതി വരുമല്ലോന്നാ ഞാൻ ആലോചിക്കണത്. നിങ്ങൾക്ക് വേറൊരു കല്യാണം കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാ പോരായില്ലേ? ഇങ്ങനത്തെ ചെറ്റത്തരൊന്നും കാണിക്കരുത്. ഇതിപ്പോ എല്ലാവർക്കും നാണക്കേടാ. ഞാൻ എന്റെ പെരേല് ഞാൻ എന്താതൊക്കെ പറയാന്ന് ഞാൻ ആലോചിക്കണ്. ഇത്രക്ക് നിങ്ങള് മോശപ്പെട്ട ഒരു സ്ത്രീയാണോ നിങ്ങള്? ഉമ്മാന്ന് വിളിച്ചു പോയില്ലാന്നുണ്ടെങ്കില് പറയണില്ലേ ഞാന്. മോളെ കൃത്യമായി പറഞ്ഞ പോലെ ഓരോട് പറയുന്ന വേണം. എന്റെ കുട്ടികൾ എന്നെ തെറ്റിദ്ധരിച്ചു. എന്തൊക്കെ ഈ വയസ്സാം കാലത്ത് ഞാൻ ഈ കേൾക്കുന്നത്? രണ്ടാൾ ഇത് അറിയിക്കന്നെ വേണം, ഞാൻ ശരിയാവില്ല. മോളെ, ചുമ്മാനോട് മുണ്ടാതിരിക്കല്ലട്ടാ. ഉമ്മക്ക് സഹിക്കൂല. ഇത്രയും കാലം ചിന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്കറിയാം. എന്റെ കുട്ടി എന്തൊക്കെ എന്നോട് പറഞ്ഞെന്ന് എനിക്ക് വല്ല ബോധം ഉണ്ടാ?
പിന്നെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി നിങ്ങളോട് ഞാൻ എങ്ങനെ നല്ലപോലെ സംസാരിക്കുക? ശരിയാണ്, ഒക്കെ ഉമ്മാന്റെ തെറ്റന്നെയാണ്. ഇമ്മ അതൊന്നും മറച്ചേക്കാൻ പാടില്ലായിന്ന്. പക്ഷെ എന്റെ കുട്ടികൾക്ക് സങ്കടാന്ന് വിചാരിച്ചിട്ടാ ഇമ്മ അതൊക്കെ മറച്ചു വെച്ച്. ആരും വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങളും. ഉമ്മാന്റെ വയറ്റില് മുഴ ഉണ്ട് എന്നാ ഡോക്ടർ പറഞ്ഞത്. അതിനെ പറ്റിട്ട് ആകെ അറിഞ്ഞ റുക്കിയമ്മായിക്ക് മാത്രാണ്. റുക്കിയമ്മായി അമ്മാന്റെ പിന്നാലെ ഡോക്ടർ അടുത്തൊക്കെ പോരല്. ഇനി അത്ര എനിക്ക് സംശയമാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലത്തെ ലിസ്റ്റാണ്, എന്റെ കുട്ടിനെ നോക്കി നോക്ക്. ഇമ്മ നിങ്ങൾക്ക് ഇത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞൂടായില്ലേ? ഇമ്മ പറയാതിരുന്നു ഒന്നുകൊണ്ടും അല്ലടി. ഇമ്മക്ക് ആകെ ഉള്ള ഒരു ആൺകുട്ടിയാണ് ഓന്. ഉമ്മാക്ക് ഇങ്ങനെ ഒരു അസുഖമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടി അവിടുത്തെ പണിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരും. നിക്ക് നന്നായിട്ടറിയാം, എന്റെ കുട്ടീനെ നല്ല നോക്കണ ആളാണ്. അതുകൊണ്ട് ഉമ്മ മറച്ചു വെച്ചതാണ്. ഇപ്പൊ ഉമ്മാക്ക് തീരെ വയ്യാതായി വരിക, വയറൊക്കെ വീർക്കുക, ഛർദിക്കുക, തലറ്റുക. കൊറേ ഉമ്മ പിടിച്ചിക്കാൻ നോക്കിയിരിക്കണം. 2 ദിവസം കഴിഞ്ഞ ഡോക്ടറെ കാണിക്കണം. അതൊക്കെ പറയാൻ വേണ്ടിട്ട് ഞാൻ അമ്മായിക്ക് വിളിച്ച്. അതാണ് ഇജ്ജ് കേട്ടത്. ഇമ്മ ഞാൻ അറിയാതെ എന്തൊക്കെയാ ഉമ്മാനെ പറഞ്ഞു പോയി. ഇമ്മ നിങ്ങൾ എന്നോട് ക്ഷമിക്കേ. ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. സാരല്ല, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. മനുകുട്ടി ഓനോട് ഇത് പറയണ്ട, എന്റെ കുട്ടിക്ക് സഹിക്കൂല. ഇക്കത് അറിയണം അമ്മ, ഇക്കത് അറിയാതിരിക്കാൻ പറ്റൂല. നിങ്ങളെ പറ്റിയിട്ട് മോശ രീതിയിലല്ല ഇക്ക എപ്പോഴും കാണുന്നത്. ആ തെറ്റിദ്ധാരണ മാറണം. അതുകൊണ്ട് ഞാൻ ഇതെന്തായാലും ഇക്കാനോട് പറയും. ഇപ്പം മരിച്ചിട്ട് ഇത്രയും കാലമായിട്ട് മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ കുട്ടിയും കൂടി അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സഹിക്കണില്ല. പടച്ചോനെ, എന്തൊക്കെ ഞാൻ എന്റെ ഉമ്മാനെ പറഞ്ഞത്. പടച്ചോൻ പുറത്ത് തന്നാ മതിയായിരുന്നു. ഉമ്മാനെ എന്തായാലും നല്ലൊരു ഡോക്ടറെ തന്നെ കാണിക്കണം, അല്ലെങ്കിൽ ഇത് കൂടല്ലേ ചെയ്യുള്ളൂ. ഇക്ക വിളിക്കട്ടെ, ഇക്ക വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. നാളെ തന്നെ വേറെ നല്ലൊരു ഡോക്ടറെ കാണിക്കുകയും ചെയ്യണം. പാവം, അതിന്റെ മനസ്സെത്ര വേദനിച്ചിട്ടുണ്ടാവും.